മഴ ശക്തമാകുന്നു. ഇന്നലെ മുതൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടൽ. തൊടുപുഴയ്ക്ക് സമീപം രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. മുട്ടം ചള്ളാവയലിലും അടൂർ മലയിലും ഉരുൾപൊട്ടിയെന്നാണ് പ്രാഥമിക വിവരം. പൂഞ്ഞാർ പയ്യനിത്തോട്ടത്തിലും പത്തനംതിട്ട തൂമ്പാക്കുളത്തും ഉരുൾപൊട്ടലുണ്ടായി. കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. മഷിക്കല്ലിൽ രവിനാരായണന്റെ ഭാര്യ സുമതിയാണ് മരിച്ചത്. ഇവരുടെ മകൻ രതീഷിനെ പരിക്കുകളോടെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വാഗമൺ കോലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പ്രഭാകരൻ നായർ മരിച്ചു. കോട്ടയത്ത് പൂഞ്ഞാറിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ ഒരു കുടുംബത്തെ കാണാതായി. ഇതിൽ ജോസഫിൻ ജോണി എന്ന ആളുടെ മൃതദേഹം കണ്ടെത്തി. വിവിധയിടങ്ങളിലായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. സംസ്ഥാനത്തെ പല പ്രധാന വഴികളിലും വെള്ളം കയറിയും മണ്ണിടിഞ്ഞും ഗതാഗതം സ്തംഭിച്ചു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. പമ്പാ നദിയിൽ ജലനിരക്ക് ഉയർന്നു. മാമൂക്ക് ജംഗ്ഷനിൽ വെള്ളം കയറിയതിനാൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഈരാറ്റുപേട്ട, കട്ടപ്പന, കുട്ടിക്കാനം, മലയൂര് ഹൈവേ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗതാഗതം മുടങ്ങി. പെരിയാർ കരകവിഞ്ഞ് നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ജില്ലാ പോലീസ് ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുന്നതിനും ഏത് സമയത്തും സഹായം അഭ്യർത്ഥിക്കുന്നതിനുമായി 9497960963 അല്ലെങ്കിൽ 9497908045 എന്നീ മൊബൈൽ നമ്പറുകളിലും 0482222600 എന്ന ലാൻഡ് ലൈൻ നമ്പറിലും വിളിക്കാവുന്നതാണ്. ജില്ലാ കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ വിഭാഗവുമായി ചേർന്ന അടിയന്തര സഹായങ്ങൾ ഉടനടി ലഭ്യമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അടൂർ മലയിലെ രക്ഷാപ്രവർത്തനം അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. കനത്ത മഴയും കൂരിരുട്ടും രക്ഷാപ്രവർത്തകർക്ക് വലിയ തടസ്സമായി. കൂടാതെ മലമുകളിൽ കൃത്യമായ റോഡ് സൗകര്യം ഇല്ലാത്തതിനാലും JCB പോലുള്ള വലിയ യന്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പ്രതിസന്ധികളെ തരണം ചെയ്ത് NDRFും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. 2 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ ഈ നീക്കം കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. ഗോത്രവർഗ വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഈ മലയോര മേഖലയിൽ ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മലഞ്ചെരിവുകളിൽ ഭീഷണിയായി നിൽക്കുന്ന വലിയ പാറക്കല്ലുകൾ പല വീടുകൾക്കും അപകടമാണ്. സുരക്ഷ കണക്കിലെടുത്ത് ജില്ലാ കളക്ടർ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടിന്റെ അവിടുത്തെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു 1.5-2 അടി വെള്ളം ഇപ്പൊ ഇവിടെ കൂടും. കൂടിയിട്ട് വീണ്ടും വെള്ളം അങ്ങ് താഴെയുള്ളൂ. ഒരിക്കലും ഇല്ല. രാത്രി 1:30 ആയപ്പോഴാണ് വെള്ളം പറഞ്ഞാല് ഇറങ്ങി ചെല്ലുമ്പോൾ വീടിന്റെ അടുത്തുള്ള ഇത് കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സ് അല്ലേ ഉള്ളത്? അതാന്നു കഴിഞ്ഞ പ്രാവശ്യം 1.5 കോടി രൂപയാണ് പോയി കിട്ടിയത് 18-ല്. ഈ പ്രാവശ്യം ഇതുവരെ പ്രശ്നമില്ലാതെ നിൽക്കുന്നു. 2 ലക്ഷം കഴിഞ്ഞൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാം അത്യാവശ്യം മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞില്ല. പ്രതീക്ഷിക്കാതെ സ്റ്റാഫ് കുറച്ചുപേരുണ്ടായിരുന്നു. എല്ലാവരോടും സഹായിച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തുണ്ടായ മറ്റൊരു ഉരുൾപൊട്ടലിലും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും പുലർച്ചെ 2 മണിയോടെയാണ് ദുരന്തം ആഞ്ഞടിച്ചത്. പ്രദേശവാസിയായ ജോണിയുടെ വീട് പൂർണ്ണമായും മണ്ണെടുത്ത് ഒലിച്ചുപോയി. ദുർഘടമായ ഭൂപ്രകൃതിയും മോശം കാലാവസ്ഥയും പൂഞ്ഞാറിലെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. സമീപ പ്രദേശത്തെ ടൗണുകൾ വെള്ളത്തിൽ മുങ്ങിയതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്തുന്നതിൽ തടസ്സമുണ്ട്. എങ്കിലും ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാനും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ. തേക്കത്തോട് കൊച്ചുപാലം മുങ്ങുകയും ചെയ്തു. പമ്പയിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. വാഗമണ്ണിൽ കോലാഹലമേട്ടിൽ വീടിന് മുകളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഒരാൾ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയാണ്. മുണ്ടക്കയം കോസ്വേയിൽ വെള്ളം കയറി മുങ്ങുകയും ചെയ്തു. കൂട്ടിക്കലിൽ ചില വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലും പാറത്തോട്ടിലും നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി. എരുമേലി വലിയമ്പലത്തിൽ വെള്ളം കയറി. പാല ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. തണ്ണിത്തോട് ഭാഗത്തും നദിയിൽ ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി ഏലപ്പാറയിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. കോട്ടയം കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങ വഴിക്കടവ് ഭാഗങ്ങളിൽ ഉരുൾപൊട്ടി. ഈ പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കൊടുങ്ങ KR നാരായണൻ സ്മാരക സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. തണ്ണിത്തോട് തേക്കുതോട് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മരങ്ങളും വീണിട്ടുണ്ട്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ മണ്ണിടിച്ചിലിൽ ഒരാൾ കുടുങ്ങിയതായി സംശയമുണ്ട്. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സ്ഥിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമായിരുന്നു. ഒറ്റ വ്യാപാരികൾ പോലും സ്ഥലത്തില്ല. എല്ലാവരും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ്. ആർക്കും ഇവിടെ വരാനൊക്കുന്നില്ല. ഞങ്ങളിവിടെ സ്ഥലത്തുള്ളവർക്ക് പോലും ഞങ്ങൾക്ക് സാധനം മാറ്റാനൊത്തിട്ടില്ല. എല്ലാം ഇവിടെ നോക്കിയാൽ കാണാം വിശാലമായിട്ട് മുങ്ങിക്കിടക്കുക. ആറേതാതോടെ ഏതാണെന്ന് അറിയാൻ മേലാത്ത ഇനിയും വെള്ളം ഉയരുമെന്നുള്ളൊരു ഭയം പ്രതീക്ഷയിലായിരിക്കുന്ന. ഞങ്ങൾക്ക് ഇപ്പോൾ കടകളിലോട്ട് പോകാനൊക്കുന്നില്ല. ഞങ്ങളിപ്പോൾ പാലത്തിൻ്റെ അവിടെ നിൽക്കുക. കടയിലോട്ട് പോകാനൊക്കുന്നില്ല. വീട് മുങ്ങിക്കിടക്കാണ്. സാധനങ്ങളൊന്നും മാറ്റാൻ കഴിഞ്ഞില്ല. സാധനം ഒന്നും മാറ്റാനൊത്തിട്ടില്ല. വീട്ടിൽ നാളെ മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.